വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിതേ ഞാൻ ക്രിസ്മസിൻ്റെ ഒരു അടിപൊളി സ്റ്റാർ ഉണ്ടാക്കുന്ന ഒരു നല്ല വീഡിയോ ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നത്. അതും വെറും നമ്മൾ ഉപയോഗിക്കാതെ ഇടുന്നതായിട്ടുള്ള പേപ്പർ കവറില്ലേ, അതുകൊണ്ടാണ് ഉണ്ടാക്കിയത്. നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന പേപ്പർ കവറില്ലേ, അത് ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതുപോലുള്ള പേപ്പർ കവറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിലൊരു വൈറ്റ് കളറാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത്. ആദ്യം ഈ ഗമ്മ് ചെയ്ത ഭാഗമൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുകയാണ്. ഇതുപോലെ സിമ്പിളായിട്ട് തന്നെ ഓപ്പൺ ചെയ്യാം. നമ്മൾ വലിച്ച് കീറൊന്നും വേണ്ട. ആ ഗമ്മൊക്കെ ഒന്ന് മാറ്റിയെടുത്താൽ തന്നെ മതി. അപ്പോൾ നമുക്കിതൊരു ചാർട്ട് പേപ്പർ പോലത്തെ ഒരു വൈറ്റ് പേപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഹാങ് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ, അതൊക്കെ പോക്കുകയാണ്. എന്നിട്ട് കറക്റ്റ് സ്ക്വയറായിട്ടുള്ള ഇതൊന്ന് നിവർത്തിയിട്ട് ഒരേ വലിപ്പമുള്ള 5 ഷീറ്റാക്കി മാറ്റുകയാണ്. സ്ക്വയർ ഷേപ്പിൽ 5 പീസസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഒരു സ്കെയിൽ യൂസ് ചെയ്തിട്ടാണ് ഞാനിത് അവിടെ ഇപ്പോൾ മുറിച്ചെടുക്കുന്നത്. ഒരേ വലിപ്പമുള്ള 5 പീസസ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ 5 ഷീറ്റും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു സെൻറ്റിമീറ്റർ എടുത്താലും കുഴപ്പമില്ല, 1/2 സെൻറ്റിമീറ്റർ, ഞാൻ കറക്റ്റായിട്ട് അളക്കുന്നൊന്നുമില്ല. അതൊന്ന് മടക്കിയതിന് ശേഷം ഒരു കോൺ ഷേപ്പിൽ ഇതിനെ മടക്കിയെടുക്കുകയാണ്. ഇതുപോലെ ഇങ്ങനെ മടക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒപ്പം തന്നെ ഉണ്ടാക്കി നോക്കിക്കോ. നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. വേണമെങ്കിൽ തിരിച്ചും മടക്കാം. അപ്പോൾ ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ മടക്കിയപ്പോൾ ആദ്യം കറക്റ്റ് ഷേപ്പ് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മടക്കിയത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഈ കോൺ ഭാഗം അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു കത്രി യൂസ് ചെയ്തിട്ട് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മടക്കിയ ആ ഭാഗത്താണ് ഗമ്മ് തേച്ച് കൊടുക്കുന്നത്. ഞാനിവിടെ ഫെവിക്കോളാണ് എടുത്തിട്ടുള്ളത്. അത് യൂസ് ചെയ്ത് നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഒരു സൈഡിൽ മാത്രമാണ് ഗമ്മ് തേച്ച് കൊടുക്കുന്നത്, അപ്ലൈ ചെയ്യുന്നത്. ഇനി ആ സൈഡും ഇവിടെ മടക്കിയ ആ പീസും കൂടി, ഉള്ളിലൊന്നും തേച്ചിട്ടില്ല കേട്ടോ, ആ പുറം ഭാഗത്ത് മാത്രമാണ് ഞാൻ തേച്ചത്. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ക്യാപ്പ് ഉണ്ടാക്കുന്ന പോലെ കോൺ ഷേപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്, കണ്ടോ. ഇനി ആ ഷേപ്പിൽ തന്നെ നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് കൂടെ നമുക്ക് അങ്ങനെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം. ഇവിടെ നമ്മളെല്ലാം അതേപോലെ ഗം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒന്ന് എടുത്തിട്ട് ഞാൻ കറക്റ്റായിട്ട് സെൻട്രൽ പൊസിഷൻ വെച്ചിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ കറക്റ്റ് ഒരു ത്രികോണ ഷേപ്പിൽ കിട്ടുന്ന പോലെ ഇല്ലേ, അങ്ങനെ ഒന്ന് ഷേപ്പാക്കി എടുക്കുകയാണ് ആദ്യം തന്നെ ചെയ്യുന്നത്. കറക്റ്റായിരിക്കണം, അളവൊന്നും തെറ്റിപ്പോവരുത് നമ്മൾ മടക്കിയെടുക്കുമ്പം. എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാറിൻ്റെ കാലുകളല്ലേ, എല്ലാ കാലുകളും ആ ഷേപ്പിലൊന്നും ഞാൻ മടക്കിയെടുക്കുന്നുണ്ട്. കറക്റ്റ് സെൻട്രൽ പൊസിഷൻ വെച്ചിട്ട് ഇങ്ങനെ വേഗം സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അധികം മെനക്കേടൊന്നുമില്ല, ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് കുറച്ച് പ്രയാസമായിട്ട് തോന്നി. ഇനി ഇങ്ങനെ ഞാൻ റോക്കറ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെ നമ്മൾ വീണ്ടും അത് സെൻറ്ററാക്കിയിട്ട് മടക്കി എടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ആ ഭാഗം നമുക്ക് വെട്ടാനുള്ളതാണ്, ഈ എക്സ്ട്രാ ആയിട്ട് കാണുന്ന ആ കോൺ ഷേപ്പ്. അപ്പം നമ്മളവിടെ ആദ്യം സ്കെയിൽ കൊണ്ട് സെൻറ്റർ പൊസിഷൻ ഒന്ന് അളന്ന് നോക്കി 3 സെൻറ്റിമീറ്റർ അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഷേപ്പിൽ വെച്ചാണ് നമ്മൾ കോൺ ഷേപ്പിൽ വെട്ടിയെടുക്കുന്നത്, സിസേഴ്സ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇങ്ങനെ വെച്ച് മടക്കിയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഷേപ്പ് നഷ്ടപ്പെടില്ലല്ലോ. ആ പോയിന്റിൽ വെച്ചിട്ട് ഈ സൈഡിലേക്കാണ് ഈ കോണിലേക്കാണ് നമ്മൾ വെട്ടി കൊടുക്കുന്നത്. കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഷേപ്പ് കിട്ടി. ബാക്കി ഭാഗങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് 1 സെൻറ്റിമീറ്ററിലൊന്ന് വെട്ടി കൊടുക്കുന്നുമുണ്ട് നടുവിലേക്ക് തന്നെ. അത് 1 സെൻറ്റിമീറ്റർ തന്നെ കറക്റ്റ് ആയാൽ നല്ലതായിരിക്കും. എന്താ വെച്ചാൽ അളവ് മാറിപ്പോയില്ലല്ലോ, അതിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ടൊന്ന് മടക്കി കൊടുക്കുകയാണ്. പേപ്പേഴ്സ് ഫുള്ളായിട്ട് മടക്കുന്നുണ്ട്. എന്നിട്ട് ഈ കോൺ ഭാഗം ഉണ്ടല്ലോ, ഈ അറ്റം കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കിപ്പോൾ ഈ ഒരു ഷേപ്പാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്റ്റാറിൻ്റെ ഒരു കാലാണിത്. അപ്പോൾ ഒരു സൈഡ് ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കുകയാണ് പേപ്പേഴ്സ്.
നമുക്ക് ഒരു സൈഡിലുള്ള പേപ്പേഴ്സ് ഇങ്ങനെ മടക്കാനുള്ള ഭാഗം മാത്രം മതി, മറ്റേ സൈഡ് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ അതേ ഞാനിവിടെ ഒഴിവാക്കുകയാണ്. നമുക്കൊരു സൈഡ് മാത്രം മതിയായതുകൊണ്ട് ഇതേ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, കയറി പോകുകയൊന്നും ചെയ്യരുത്. കയറി കട്ട് ചെയ്ത് പോയെങ്കിൽ പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. ശ്രദ്ധിച്ച് കട്ട് ചെയ്യാം. ഓക്കെ, സെറ്റ്. നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്, ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേ ഈ പോർഷൻ ഉണ്ടല്ലോ അത് ബാക്കിലേക്ക് മടക്കി കൊടുക്കുകയാണ്. ഇതും നമ്മൾ നേരത്തെ ഗമ്മ് തേച്ച പോലെ വൺ സൈഡ് മാത്രമാണ് ഗമ്മ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഒന്ന് വെട്ടിയെടുക്കുകയാണ്. എല്ലാം അതാ നമ്മൾ വെട്ടിയിട്ട് ആ 3 സെൻറ്റിമീറ്റർ അളന്ന് പിന്നെ 1 സെൻറ്റിമീറ്ററും കൂടെ കയറ്റി വെട്ടിയിട്ട് ഇങ്ങനെ മടക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ഓരോ കാലുകളായിട്ട് ഒട്ടിച്ചെടുക്കുന്നതെന്ന് നോക്കാം. എല്ലാം ഞാൻ അതവിടെ മടക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം ഒരേ അളവായതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റാറിന് കറക്റ്റ് ഷേപ്പ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഒരേ അളവ് എടുക്കുന്നത്. കാലുകളൊക്കെ വെച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരേ അളവിലാണ് ഉള്ളത്. അപ്പോൾ ഇത് ഈ പോർഷൻ ഉണ്ടല്ലോ ഇവിടെ മടക്കി വെച്ചാൽ അതിൻ്റെ ഒരു സൈഡ് മാത്രമാണ് ഗമ്മ വയ്ക്കുന്നത്. അടിഭാഗത്ത് തേക്കണ്ട, മുകൾ ഭാഗത്ത് മാത്രമാണ് തേക്കുന്നത്. എങ്കിലേ നമുക്കിത് ഓരോ കാലിൻ്റെ ഫ്രണ്ട് പോർഷനിൽ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാനിതാ ഒന്ന് വെച്ച് കാണിക്കുകയാണ്. ഇത് ഇതുപോലെയാണ് നമുക്ക് നിൽക്കേണ്ടത്. അപ്പോൾ ആ ഭാഗത്ത് ഗമ്മ തേച്ചിട്ട് നമുക്ക് ഒട്ടിക്കാം. അപ്പോൾ കറക്റ്റായിട്ട് നിൽക്കുന്നത് കാണാം. അപ്പോൾ ഇതുപോലെ ഒരു കാല് ഞാൻ എടുക്കുകയാണ് സ്റ്റാറിൻ്റെ. എന്നിട്ട് ഒരു സൈഡ് മാത്രമാണ് ഗമ്മ് തേച്ച് കൊടുക്കുന്നത്, 2 സൈഡ് തേക്കുന്നില്ല കേട്ടോ. ശ്രദ്ധിക്കണം നമ്മൾ. അപ്പോൾ ഒട്ടി പോവാതെ നോക്കണം. മുകളിലേക്ക് തന്നെ ഒട്ടിപ്പോയാൽ പിന്നെ അത് കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ ശ്രദ്ധിച്ചാണ് ഗമ്മ് തേച്ച് കൊടുക്കുന്നത്. എന്നിട്ട് സ്റ്റാറിൻ്റെ വേറൊരു കാലെടുക്കുക. നമ്മുടെ കയ്യത്തെ ഗമ്മൊക്കെ ഒന്ന് പോക്കിയെടുക്കുകയാണ്, ഒട്ടി പിടിക്കുന്നുണ്ട് വല്ലാണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഈ കാല് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 സൈഡും ഇങ്ങനെ കോണാക്കിയിട്ട് വെട്ടിച്ച് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടേ. അപ്പോൾ ഒട്ടിച്ച് സെറ്റായിട്ടുണ്ട്. ഉള്ളിൽ കൂടി ഒന്ന് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഒരു സൈഡ് ഗമ്മ് മാത്രം തേച്ചതുകൊണ്ട് ഒട്ടിക്കാൻ പ്രയാസമില്ല, എളുപ്പത്തിൽ തന്നെ ഒട്ടിച്ചെടുക്കാം. ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാം. ഒട്ടിച്ചെടുത്തു. ഓക്കെ, നമ്മുടെ 2 കാലുകൾ ഇപ്പോൾ യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതാ ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ സ്റ്റാറിൻ്റെ 2 കാലം ഓക്കെ ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചൊട്ടിച്ച് എടുക്കാം. അപ്പോൾ ഞാനിത് ഇവിടെ ഓരോ കാലുകളാക്കിയിട്ട് ഒട്ടിച്ചൊട്ടിച്ചെടുക്കുകയാണ്. ഓക്കെ, ഡൺ. എല്ലാ കാലുകളും ഞാനിത് ഇവിടെ ഒട്ടിച്ച് നമ്മുടെ സ്റ്റാർ ഇത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. 5 കാലുള്ള സ്റ്റാർ തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ബാക്കത്തെ പോർഷനിൽ ഇതാ ഒരു പേപ്പർ എക്സ്ട്രാ ആയിട്ട് കിടക്കുന്നതായിട്ട് കാണാം. ഒരു എക്സ്ട്രാ ആയിട്ട് വരുന്ന ലെയറാണ് അത്. നമുക്ക് സിസേഴ്സ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കി കളയാം. ഓക്കെ, അപ്പോൾ ഞാനത് ഒഴിവാക്കുകയാണ്. അപ്പോൾ ആ പോർഷനൊക്കെ പോയി. നമ്മുടെ സ്റ്റാർ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒട്ടിയപ്പോൾ തന്നെ നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്താ വെച്ചാൽ പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടും. പേപ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇത് കുറച്ച് കട്ടിയുള്ള പേപ്പറാണ് കേട്ടോ. നമ്മുടെ ചാർട്ട് പേപ്പർ പോലെ ചാർട്ട് പേപ്പർ യൂസ് ചെയ്തോ നിങ്ങൾക്ക് കളർ പേപ്പർ യൂസ് ചെയ്തോ ഒക്കെ ഇത് ചെയ്യാം. കുറച്ച് കട്ടിയുള്ള പേപ്പറിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ
ഇതിപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ഷേപ്പിൽ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ അളവുകളെ കൃത്യമായിട്ട് എടുക്കുമ്പോൾ നമുക്ക് കാലുകളൊക്കെ ഒട്ടിച്ച് അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. നമ്മുടെ അളവിൽ ചെറിയൊരു മാറ്റമൊക്കെ വന്നാൽ ഇങ്ങനെ കിട്ടാണ്ട് നിൽക്കാനും ചാൻസ് ഉണ്ട്. ഇനി നമുക്കിത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ത്രെഡ് കെട്ടി കൊടുക്കുകയാണ് വേണ്ടി. ഞാനിതുപോലെ ബ്ലാക്ക് ത്രെഡാണ് എടുത്തത്. ഒരു സൂചി യൂസ് ചെയ്തിട്ടാണ്, എന്താ വെച്ചാൽ അത് കീറി പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ചെറുതായൊന്ന് കുത്തി കൊടുക്കുകയാണ്. എന്നിട്ട് ഇതേ 2 ലെയറിലാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. ഒന്ന് മുറുക്കി തന്നെ കെട്ടുന്നുണ്ട്. നല്ലോണം വലിച്ച് മുറുക്കി കെട്ടിയാൽ നമ്മുടെ പേപ്പർ കയറിപ്പോവും. കുറച്ചൊന്ന് ടൈറ്റാക്കി കെട്ടിയിട്ടുണ്ട്. ബാക്ക് സൈഡിലും അതുപോലെ ഒരു സൈഡിൽ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഇനി മറ്റേ സൈഡിലും ഇതുപോലെ തന്നെ കെട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സ്റ്റാർ ഒന്ന് നോക്കാം. ആ ത്രെഡ് രണ്ടും കൂടെ വലിച്ച് കെട്ടിയിട്ട് ഇനി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം സ്റ്റാർ. ഓക്കെ, ഇതേ നമ്മുടെ സ്റ്റാർ നല്ല ഷേപ്പായിട്ട് ഷൈനായിട്ട് വൈറ്റ് സ്റ്റാറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ, കുറച്ച് ഡെക്കറേഷൻസ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് സ്റ്റാറിന് ഞാൻ കളേഴ്സ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. സ്കെച്ച് പെൻ യൂസ് ചെയ്തിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. എല്ലാ സ്കെച്ച് പെന്നും എടുത്തിട്ട് ഡോട്ട് വയ്ക്കാം. ഇതുപോലെ ഡോട്ട്സൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല പുള്ളി സ്റ്റാറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം പെർഫെക്റ്റ് ആയിട്ടില്ലേ? നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻറ്റ്സ് തീർച്ചയായും പറയണം. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ ഇത് ഹാങ് ചെയ്ത് ഇട്ടിട്ടുമുണ്ട്. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമായി. ഉണ്ടാക്കിയത് കണ്ട് ഹസ്ബൻഡിനും മോനും ഒക്കെ വളരെ ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളെ എന്നോട് ഷെയർ ചെയ്യുക. നിങ്ങളും ഉണ്ടാക്കി നോക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.